നമസ്കാരം. കോൺഗ്രസിന്റെ പൊതുയുഗ യാത്ര പാലക്കാടേക്ക് എത്തിയപ്പോൾ സ്വാഗത പ്രാസംഗികനായ ഷാഫി പറമ്പിൽ ജനമനസ്സുകളെ കീഴടക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ നെഞ്ചേറ്റിയ പാലക്കാടിന്റെ ജനത രാഹുലിന്റെ അഭാവത്തിലും നവയുഗ യാത്രയ്ക്ക് വമ്പൻ വരവേൽപ്പ് തന്നെയാണ് നൽകിയത്. ഷാഫി രാഹുൽ കൂട്ടുകെട്ട് കോൺഗ്രസിനുണ്ടാക്കിയ ആവേശവും ഓളവും ചെറുതല്ല. യുവജനങ്ങളിലേക്ക് കോൺഗ്രസിന്റെ ആവേശം പടർത്താൻ ഈ ചങ്ങാതികളുടെ കൂട്ടായ പരിശ്രമം ഏറെ സഹായകമായിട്ടുമുണ്ട്. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താണെങ്കിലും താൻ എന്നും കറകളഞ്ഞ കോൺഗ്രസുകാരനായിരിക്കും എന്ന വാക്കുകൾ വെറുതെയല്ല എന്ന് തെളിയിക്കുകയാണ് ഇവിടെ രാഹുൽ. നവയുഗ യാത്രയ്ക്ക് ആശംസകളും ആവേശവുമായി രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ സജീവമാണ്. ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പങ്കുവച്ച ഒരു കുറിപ്പും ഏറെ ചർച്ചയാകുന്നുണ്ട്. ആരാണ് രക്തസാക്ഷികൾ എന്ന് അക്കമിട്ട് നിരത്തുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു പ്രസ്ഥാനത്തെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും? ജീവന് തുല്യം. എന്നാൽ ജീവനേക്കാൾ പ്രസ്ഥാനത്തെ സ്നേഹിച്ച മനുഷ്യരുമുണ്ട്. അവരാണ് രക്തസാക്ഷികൾ. അവരെക്കാൾ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടവർ വേറെ ആരും കാണില്ല. അവരുടേതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് അനശ്വര രക്തസാക്ഷികൾ ശരത്തിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വ വാർഷികമായിരുന്നു. CPM എന്ന നരഭോജി തീവ്രവാദ സംഘടന തലയോട്ടി വെട്ടിത്തകർത്ത് കൊന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം. രാഷ്ട്രീയത്തെ തൊഴിലായി കണ്ട പ്രസ്ഥാനത്തിലെ അവസരം കുറയുമ്പോൾ മറ്റു പാർട്ടിക്കാരെ മണിയടിക്കുന്ന ശങ്കർമാർക്ക് അത് മനസ്സിലാകണമെന്നില്ല. ആ മണിയടിക്കാരൊക്കെ വന്നു പോകുമ്പോഴും ഈ പാർട്ടി ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് ഇത് ഷുഹൈബിന്റെയും ശരത്തിന്റെയും കൃപേഷിന്റെയും നൌഷാദിന്റെയും ഒക്കെ പ്രസ്ഥാനമായതുകൊണ്ടാണ്. അവർക്ക് പ്രധാനം അധികാരമല്ല. സെക്രട്ടേറിയറ്റിലെ ഭരണക്കൊടിയില്ലെങ്കിലും അവരുടെ നാട്ടിലെ കൊടിമരത്തിലെ കൊടിയുടെ നിറമൊന്ന് മങ്ങിയാൽ അത് നോവുയർത്തുന്ന ആ മനുഷ്യരാണ് ഈ പാർട്ടി. രക്തസാക്ഷി ഉണ്ടായാൽ ഫണ്ട് അടിച്ചു മാറ്റാമല്ലോ എന്ന് കരുതുന്ന മധുസൂദന പാർട്ടിക്കാർക്കും അത് മനസ്സിലാകില്ല. രക്തസാക്ഷികൾ അനശ്വരന്മാർ. മറക്കില്ല മാർക്സിസ്റ്റ് ഈ കൊലവെറിയുടെ ഓർമ്മ. രാഹുലിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു. എന്തായാലും പാലക്കാട് ഷാഫി നടത്തിയ തകർക്കൻ പ്രസംഗം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് ഞാൻ സുദീർഘമായൊരു പ്രസംഗത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ തിങ്ങി നിറഞ്ഞ ജനത പാലക്കാട് നിന്നും മലമ്പുഴയിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നയിക്കുന്ന ഈ പുതുയുഗ യാത്രയെ അതിനെ കരുത്തുറ്റതാക്കാൻ വേണ്ടി വന്നു ചേർന്ന് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രിയങ്കരായ ജനങ്ങളുടെ മുമ്പിലൂടെയാണ് ജനാധിപത്യ മുന്നണിയുടെ ഈ വേദിയിലേക്ക് സഖാവ് VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന, അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞിരുന്ന, അദ്ദേഹത്തിന്റെ ആത്മഗതങ്ങൾ മനസ്സിലാക്കിയിരുന്ന പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്: നല്ല കമ്മ്യൂണിസ്റ്റ് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ് എന്നുള്ളത് ഈ കേരളത്തിലുടനീളം തെളിയിക്കപ്പെടുകയാണ്. അത് പയ്യന്നൂരാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, CPM-ന്റെ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല സഖാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു. ഭരണത്തിന്റെ സൗകര്യങ്ങൾ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു. ഭരണം അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരായി മാറുന്നു. അഴിമതിയുടെ കൂത്തരങ്ങാക്കി ഭരണം മാറ്റുന്നു. ആ അഴിമതിയുടെ കൂത്തരങ്ങിന്റെ പട്ടികയിൽ നിന്ന് രക്തസാക്ഷികളുടെ കുടുംബത്തിന് ലഭിക്കേണ്ട ഫണ്ടിന് പോലും മോചനമില്ല എന്ന് പറയുമ്പോ ലാൽ സലാം എന്ന് മനസ്സറിഞ്ഞു പറയുന്നവന് പിന്തുണക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടവും. അത്തരത്തിലുള്ള ഒരു ഭരണകൂടമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർട്ടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുമെന്ന് അവരുടെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ മാറ്റമാണ് കേരളത്തിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങിയതിന്റെ മാറ്റം. ധനരാജ് എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി, ആ രക്തസാക്ഷിയുടെ കുടുംബത്തിനൊരു സഹായം വേണമെന്ന്
പാർട്ടി അഭ്യർത്ഥിച്ചപ്പോ അവനവന്റെ പ്രയാസങ്ങൾക്കപ്പുറത്തേക്കും സഹായം നൽകാൻ തീരുമാനിച്ച ഒരു ജനത ആ സഹായം 1 കോടിയോളം രൂപയിലേക്ക് എത്തിച്ചപ്പോ അതിൽ നിന്നൊരു നയാ പൈസ മാറ്റിവെക്കാതെ അത് പൂർണ്ണമായി ആ കുടുംബത്തിന് കൊടുക്കുന്നതിന് പകരം കുടുംബത്തിനൊരു വിഹിതം കൊടുത്തിട്ട് ബാക്കി നേതാക്കന്മാർ വകമാറ്റുന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്തൊരു പരാതി വന്നു. ആ പരാതിയെ അതിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച, അതിനെ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച പാർട്ടിയിൽ 10, 30, 40 കൊല്ലക്കാലം പ്രവർത്തിച്ച സഖാവ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, ഇതെന്റെ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല, തിരുത്തണം. പാർട്ടി തിരുത്തിയില്ല. അവസാനം ആൾക്ക് തുറന്നു പറയേണ്ടി വന്നു. നേതൃത്വത്തെ പ്രവർത്തകർ തിരുത്തണമെന്ന് പുസ്തകം എഴുതേണ്ടി വന്നു. ആ തിരുത്തൽ നടപടിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ പാർട്ടിയെ, രക്തസാക്ഷി കുടുംബത്തെ പോലും വഞ്ചിക്കുന്നവർ ഭരണത്തെ മാത്രം സ്നേഹിക്കുമ്പോ അതിനെ തിരുത്താൻ തയ്യാറുള്ള നല്ല സഖാക്കൾ നമ്മളോടൊപ്പമാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ. മഹാത്മാവിന്റെ പേരിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റിമറിക്കുന്ന, മഹാത്മാവിന്റെ പേരിന് വെട്ടുന്ന, അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ആഹ്വാനത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ അടിയറവ് വെക്കുന്ന, രാജ്യ താല്പര്യങ്ങളെ മറക്കുന്ന ആ ബിജെപിയുടെ രാഷ്ട്രസ്നേഹം വെറും കാപട്യമാണെന്ന് ഇന്ത്യയിലെ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു. ആ മോചനം സാധ്യമാക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഈ പുതുയുഗ യാത്രയുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പാലക്കാടിന്റെയും മലമ്പുഴയുടെയും പേരിൽ ആർദ്രമായ സ്വാഗതം അദ്ദേഹത്തിന് ഈ വേദിയിൽ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.